എല്ലാവർക്കും നമസ്കാരം. ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട NS+2 വിദ്യാർത്ഥികളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീലേഖ ടീച്ചർ. നമ്മൾ 2024 ഒക്ടോബറിലേക്കുള്ള എക്സാമിന് വേണ്ടിയിട്ടുള്ള പഠനവുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ഇനിയും സിലബസിൽ വന്ന മാറ്റം അറിയാത്ത ഒരുപാട് പേരുണ്ട്. 50% വൺ വേഡ് ആയിട്ടുള്ള കാര്യം അറിയാത്ത ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ ഏതൊക്കെ ചാപ്റ്ററുകളാണ് പഠിക്കേണ്ടത്, അതുപോലെ അസൈൻമെൻറ്റ് വന്നിട്ടുണ്ട്, അസൈൻമെൻറ്റിലേക്ക് ഏതെല്ലാം ചാപ്റ്റേഴ്സ് ആണെന്നും നമുക്ക് പഠിക്കേണ്ടത്, പബ്ലിക് എക്സാമിലേക്ക് പഠിക്കേണ്ടത് എത്ര ചാപ്റ്റർ ആണെന്നും അറിയാത്ത ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക, വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക. നമ്മളിന്ന് ഹിസ്റ്ററി എന്ന സബ്ജക്റ്റിൽ നിന്നും ഏതെല്ലാം ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു തരാം. ഇനിയും ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ച് പഠിക്കുക. അതുപോലെ തന്നെ വെയിറ്റേജ് മാർക്ക് കൂടി ഞാൻ പറഞ്ഞുതരാം. വെയിറ്റേജ് മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇപ്പോൾ ആദ്യത്തെ മൊഡ്യൂൾ, ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ആദ്യത്തെ മൊഡ്യൂൾ ഏൻഷ്യൻ്റ് ഇന്ത്യ എന്നുള്ള മൊഡ്യൂളിൽ നിന്ന് 4 ചാപ്റ്ററുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് ഏതെന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ആ 4 ചാപ്റ്ററുകൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് അവിടെ നിന്നുണ്ടാവും. അതായത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആവാം, അല്ലാതെ വൺ വേഡ് ടൈപ്പ് ഏതും ആവാം, അതുപോലെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആവാം. എങ്ങനെയായാലും 20 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ പഠിക്കാൻ ഒട്ടും സമയമില്ലാത്തവരുണ്ടാവുമല്ലോ. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക, ഏതെങ്കിലും 2-3 മൊഡ്യൂൾ മാത്രം സെലക്ട് ചെയ്ത് പഠിക്കുക നിങ്ങൾക്ക്. അപ്പോൾ ഒരു 12 അല്ലെങ്കിൽ ടോട്ടലുള്ള 20-21 ചാപ്റ്ററിൽ നിന്നൊക്കെ ഒരു 10-12 ചാപ്റ്റർ പഠിച്ചാൽ ജയിക്കാനുള്ളതായില്ലേ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ ഏൻഷ്യൻ്റ് ഇന്ത്യ എന്നുള്ള മൊഡ്യൂളിൽ നിന്ന് 3-ാമത്തെ ചാപ്റ്റർ പഠിക്കാനുണ്ട്. ചാപ്റ്റർ 3 എന്ന് പറയുന്നത് ഏതാണ്? ദി ഹാരപ്പൻ സിവിലൈസേഷൻ. 4-ാമത്തേത് ദി വേദിക് ഏജ്. 6 പോസ്റ്റ് മൗര്യൻ ഡെവലപ്മെൻറ്റ്സ്. 7 ഗുപ്താസ് ആൻഡ് ദെയർ സക്സസേഴ്സ് അപ് ടു AD 750 എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന്. ഏതൊക്കെയാണ്? 3, 4, 6, 7. ഈ 4 ചാപ്റ്ററുകളിൽ നിന്നും ഞാനിപ്പോൾ പറഞ്ഞു 20 മാർക്കാണ് ഈ 4 ചാപ്റ്ററുകൾ പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടുക. ഇനി നെക്സ്റ്റ് 2-ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഏതാണ്? മിഡീവൽ ഇന്ത്യ. മിഡീവൽ ഇന്ത്യയിൽ നിന്ന് 9-ാമത്തെ ചാപ്റ്റർ ഉണ്ട്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ദി ഡൽഹി സുൽത്താനേറ്റ്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ദി ഡൽഹി സുൽത്താനേറ്റ്. 10-ാമത്തെ ചാപ്റ്റർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് മുഗൾ റൂൾ. 12-ാമത്തേത് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. 14 കൾച്ചറൽ ഡെവലപ്മെൻറ്റ്സ് ഇൻ മിഡീവൽ ഇന്ത്യ. അപ്പോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ്? 9, 10, 12, 14. ഈ 4 ചാപ്റ്ററുകൾ പഠിച്ചാൽ നമുക്ക് അതിൽ നിന്നും 20 മാർക്കിനാണ് ആ ചാപ്റ്ററുകളിൽ നിന്ന് വെയിറ്റേജ് മാർക്ക് പറഞ്ഞേക്കുന്നത്. ഇനി 3-ാമത്തെ മൊഡ്യൂള് മോഡേൺ ഇന്ത്യ. ആ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ 16-ാമത്തെ ചാപ്റ്റർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ടിൽ 1857. 18-ാമത്തേത് സോഷ്യൽ ചേഞ്ചസ്. 19 പോപ്പുലർ റെസിസ്റ്റൻസ് ടു കമ്പനി റൂൾ. അപ്പോൾ 3 ചാപ്റ്ററുകളാണ്. 3 ചാപ്റ്ററുകൾ പഠിച്ചാൽ നമുക്ക് 15 മാർക്കാണ് അതിലെ വെയിറ്റേജ് എന്ന് പറയുന്നത്. ഇനി 4-ാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ 20, 21 2 ചാപ്റ്ററുകളേ ഉള്ളൂ. അതും നമുക്ക് 15 മാർക്ക്. അപ്പോൾ 20, 21 2 ചാപ്റ്ററുകൾ പഠിക്കണം. എളുപ്പമാണ്, അതൊക്കെ ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളവ സെലക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ. ഇനി നെക്സ്റ്റ് 5-ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് 20th സെഞ്ച്വറി വേൾഡ് എന്നുള്ളതിൽ നിന്ന് 23-ാമത്തെ ചാപ്റ്റർ വേൾഡ് വാർ ഫസ്റ്റ് ആൻഡ് ദി റഷ്യൻ റവല്യൂഷൻ. 24 ദി ഇൻ്റർവാർ പീരിയഡ് ആൻഡ് ദി സെക്കൻഡ് വേൾഡ് വാർ. 25-ാമത്തേത് കോൾഡ് വാർ ആൻഡ് ഇറ്റ്സ് എഫക്ട്സ്. 28 ചേഞ്ചസ് ഇൻ ദി 20th സെഞ്ച്വറി. എത്ര ചാപ്റ്റേഴ്സാണ്? 23, 24, 25, 28. അപ്പോൾ ഇത്രയും ശ്രദ്ധിക്കുക. ആദ്യത്തെ 2 മൊഡ്യൂളിൽ നിന്ന് 20 മാർക്ക് വീതവും ബാക്കിയുള്ളവയ്ക്ക് 15 മാർക്ക് വീതമാണ്. ഇനി 15 മാർക്കല്ല, ഇതിലേതോ ഒരെണ്ണത്തിന് 12 മാർക്കേ ഉള്ളൂ. ബാക്കി 3 മാർക്ക് നിങ്ങളെ മാപ്പിലേക്ക് പോകും. അത് നമ്മൾ ഓർക്കണ്ട, 15 എന്ന് വിചാരിച്ചങ്ങ് പഠിച്ചാൽ മതി. ഓക്കെ. നെക്സ്റ്റ് ഓപ്ഷണൽ മൊഡ്യൂളാണ്. ഓപ്ഷണൽ മൊഡ്യൂൾ 6A ഉണ്ട്, 6Bയും ഉണ്ട്. എന്താണ് ഓപ്ഷണൽ മൊഡ്യൂൾ എന്ന് പോലും ഇതുവരെ അറിയാത്തവരുണ്ട്. ഓപ്ഷണൽ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, നമ്മൾ അവിടെ ചൂസ് ചെയ്ത് എഴുതാനുള്ളതാണ്. ഒന്നുകിൽ നമ്മൾ 6A എന്നുള്ള മൊഡ്യൂൾ സെലക്ട് ചെയ്ത് എഴുതണം, അല്ലെങ്കിൽ നമ്മൾ 6B എന്നുള്ളത് സെലക്ട് ചെയ്ത് എഴുതണം. ഓക്കെ ആണല്ലോ. അപ്പോൾ
6-7 വരുന്നത് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ്? അത് എവല്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. 30, 31, 32. 30ാമത്തെ ചാപ്റ്റർ ഏർലി സ്റ്റേറ്റ്സ്, 31ാമത്തേത് മിഡീവൽ സ്റ്റേറ്റ്സ്, 32 കൊളോണിയൽ സ്റ്റേറ്റ്. അപ്പോൾ ഇതിൽ ഏതാണോ അത് നമുക്ക് ആ 3 ചാപ്റ്ററുകൾ പഠിക്കുമ്പോൾ 15 മാർക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ട എങ്കിൽ തൊട്ടടുത്തുള്ള ഇനി 29, 30, 31 ഇതിലൊരെണ്ണം ഈ 3 ചാപ്റ്ററും പഠിക്കണം. കൾച്ചർ ഇൻ ഇന്ത്യ എന്നാണ് ആ മൊഡ്യൂളിൻ്റെ പേര്. ഒന്നുകിൽ നമ്മൾ 29, 30, 31 പഠിക്കണം, അല്ലെങ്കിൽ 6-7 നിന്ന് 30, 31, 32 പഠിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മൊഡ്യൂൾ സെലക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ തന്നെ ഉണ്ടാവും, ഓപ്ഷണൽ മൊഡ്യൂൾ എന്ന് തന്നെ ഉണ്ടാവും. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയൊക്കെ വീഡിയോ ഒരുപാട് മിക്കവാറും എല്ലാ സബ്ജക്റ്റിൻ്റെയും ഇത് മാറിയതിന് ശേഷം, സിലബസ് മാറിയതിന് ശേഷം ഉള്ളതും നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അതായത് ഇപ്പോൾ കഴിഞ്ഞ എക്സാമിന് വേണ്ടി 2024 ഏപ്രിലിന് വേണ്ടി. അപ്പോൾ അതൊക്കെ കയറി നിങ്ങൾ ചാനലിൽ പോയി നോക്കുക നിങ്ങൾ. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ രീതിയൊക്കെ മനസ്സിലാവും. മോഡൽ ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്. അതുപോലെ ഇനി വരുന്ന ബാച്ചിന് വേണ്ടിയായാലും നമ്മളടുത്ത് ക്വസ്റ്റ്യൻ പേപ്പർ, ഇപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചൊക്കെ നമ്മൾ പഠിക്കും. അപ്പം നിങ്ങൾ മറക്കാതെ ചാനൽ ഫോളോ ചെയ്യുക. പലർക്കും നമ്മുടെ വീഡിയോസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ഇടുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ കൈകളിലെത്തും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിച്ച് പഠിക്കുക. ഇത് ഹിസ്റ്ററിയുടെ കാര്യമാണ്. ഇതുപോലെ ഓരോ സബ്ജക്റ്റിലെയും എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്നുള്ളത് ഞാൻ തൊട്ടടുത്ത ദിവസം തന്നെ പറഞ്ഞുതരാം. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്